നരൻ എന്ന സിനിമയ്ക്ക് താപ്പാന എന്നായിരുന്നു ആദ്യം ഇട്ടിരുന്ന പേര് എന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? ചാണ്ടിക്കുഞ്ഞിന്റെ രണ്ടാം വരവ്, കുറ്റിയിൽ ചാണ്ടി, ഇങ്ങനെ ഒരു മറവത്തൂർ കനം എന്ന സിനിമയ്ക്ക് മമ്മൂക്ക സജസ്റ്റ് ചെയ്ത പേരുകൾ ശ്രീനിവാസൻ പറയുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിരിക്കുമ്പോഴാണ് ഹൃദയപൂർവ്വം എന്ന തന്റെ പുതിയ സിനിമയ്ക്ക് പേരിട്ടത് ലാലേട്ടനാണെന്ന വാർത്ത സത്യനന്ദിക്കാട് വെളിപ്പെടുത്തുന്നത്. ഇതോടുകൂടി സോഷ്യൽ മീഡിയയിലെ ചർച്ച കൂടുതൽ ചൂടാവുകയായിരുന്നു. സിനിമാ പേരുകൾക്കും കഥാപാത്രങ്ങളുടെ പേരുകൾക്കും നായകന്മാർ ക്രിയേറ്റീവ് സജഷൻസ് കൊടുക്കുന്നത് പതിവാണ്. CBI സീരീസിലെ കഥാപാത്രത്തിന് സേതുരാമയ്യർ എന്ന എവർഗ്രീൻ പേര് മമ്മൂക്കിയുടെ സംഭാവനയാണ്. സിനിമാ പേരുകളെ പറ്റി പറയുമ്പോൾ അനൗൺസ് ചെയ്തപ്പോൾ ഒരു പേരും റിലീസിന് എത്തിയപ്പോൾ മറ്റൊരു പേരിലുമായ കുറെ സിനിമകളുണ്ട്. അങ്ങനെ കുറച്ച് സിനിമകളുടെ പേരുകൾ പറഞ്ഞുതരാം. വർഷങ്ങൾക്ക് മുമ്പ് ലാലേട്ടൻ നായകനായി ബെൻസു വാസു എന്ന പേരിൽ ഒരു സിനിമ പ്രഖ്യാപിക്കുന്നു. ഒരു ടാക്സി ഡ്രൈവറിന്റെ കഥ പറയുന്ന സിനിമ പല കാരണങ്ങൾ കൊണ്ട് നടക്കാതെ പോയി. ഒടുവിൽ ആ കഥ സിനിമയാക്കാൻ 2025 വരെ കാത്തിരിക്കേണ്ടി വന്നു. പടം റിലീസ് ചെയ്തപ്പോൾ സിനിമയുടെ പേര് ബെൻസു വാസു എന്നായിരുന്നില്ല, പകരം തുടരുമെന്നായിരുന്നു. 1988 മമ്മൂക്കിയും ലോഹിതദാസും ഒന്നിച്ച് IV ശശി സംവിധാനം ചെയ്യുന്ന സിനിമയ്ക്ക് ആദ്യം ഇട്ടിരുന്ന പേര് കിരീടം എന്നായിരുന്നു. ചില കാരണങ്ങൾ കൊണ്ട് ആ സിനിമയുടെ പേര് മാറ്റി മുക്തി എന്നാക്കി. എന്നാൽ പിന്നീട് ലോഹിതദാസും സിബി മലയിലും സംവിധാനം ചെയ്ത് മോഹൻലാൽ അഭിനയിച്ച സിനിമയ്ക്ക് ആ പേര് നൽകുകയായിരുന്നു. അതുപോലെ തന്നെ മോഹൻലാലിനെ നായകനാക്കി മരിച്ചുപോയ സംവിധായകൻ രാജേഷ് പിള്ള സംവിധാനം ചെയ്യാനിരുന്ന സിനിമയാണ് ലൂസിഫർ. എന്നാൽ ആ സിനിമ നടന്നില്ല എന്ന് മാത്രമല്ല, പിന്നീട് പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയ്ക്ക് ഇതേ പേരിടുകയും ചെയ്തു. രണ്ട് സിനിമയുടെയും തിരക്കഥ മുരളി ഗോപി ആയിരുന്നെങ്കിലും കഥ വ്യത്യസ്തമായിരുന്നു എന്നും പിന്നീട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മോഹൻലാലും ജോഷിയും ഒന്നിച്ചു വന്ന സൂപ്പർ ഹിറ്റ് സിനിമയായ നരൻ എന്ന സിനിമയ്ക്ക് ആദ്യം ഇട്ടിരുന്ന പേര് താപ്പാന എന്നായിരുന്നു. പക്ഷെ പിന്നീട് സിനിമയുടെ ടൈറ്റിൽ പോരാ എന്നുള്ള ഒരു ധാരണയിൽ മാറ്റി നരൻ എന്നാക്കുകയായിരുന്നു. 2004 മോഹൻലാലിനെ നായകനാക്കി രഞ്ജി പണിക്കർ സംവിധാനം ചെയ്യാനിരുന്ന ഒരു പോലീസ് സിനിമയുടെ പേരായിരുന്നു നരൻ. എന്നാൽ ആ സിനിമ നടന്നില്ല. പിന്നീട് ആ പേര് ജോഷി തന്റെ പടത്തിന് ഉപയോഗിക്കുകയായിരുന്നു. 4 വർഷങ്ങൾക്കപ്പുറം രഞ്ജി പണിക്കർ നരൻ എന്ന പ്രൊജക്ട് രൗദ്രം എന്ന പേരിൽ സിനിമയാക്കിയപ്പോഴും 2012 താപ്പാന എന്ന പേരിൽ ജോണി ആന്റണി സിനിമ എടുത്തപ്പോഴും മമ്മൂക്ക തന്നെയായിരുന്നു നായകൻ എന്നത് യാദൃശ്ചികമാണ്.